ഹലോ, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എനിക്കിന്ന് വന്ന ഒരു ഓർഡറാണ് കേട്ടോ. ആ ഓർഡർ എനിക്ക് വളരെ കൗതുകമായിട്ട് തോന്നി കേട്ടോ. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് കസ്റ്റമർ ശോഭ എന്നാണ് കേട്ടോ മാമിൻ്റെ പേര്. മാം ഒരു 4:30 ആയപ്പോഴാണ് കേട്ടോ എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നത്. മാമിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഓറഞ്ചിൻ്റെ ഷെയ്ഡ്സ് മാത്രം മതിയെന്നായിരുന്നു. ഹാങ്ങിങ്ങിൽ വരുന്ന ഓറഞ്ചിൻ്റെ ഷെയ്ഡ്സ് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം എടുത്തോളൂ എന്നാണ് മാം എന്നോട് പറഞ്ഞത്. നമുക്കൊരു 10 ഷെയ്ഡ്സ് പെട്ടെന്ന് ആയതുകൊണ്ട് ഒരു 10 ഷെയ്ഡ്സാണ് കേട്ടോ എനിക്ക് നോക്കിയെടുക്കാൻ പറ്റിയത്. കാരണം ഇത് ചെറിയ ചെറിയ ഡിഫറൻസ് ആണല്ലോ വരുന്നത്. അപ്പം നമ്മൾ ഓരോ പൂക്കളും വെച്ച് ഓരോന്നിൻ്റെയും അടുത്ത് കൊണ്ടുപോയി വെച്ച് നോക്കി അങ്ങനെയൊക്കെയാണ് കേട്ടോ. എനിക്കും അറിയില്ല സത്യം പറഞ്ഞാൽ എനിക്ക് എത്രത്തോളം ഓറഞ്ചിൻ്റെ ഷെയ്ഡ്സ് ഉണ്ടെന്ന്. നമ്മളിത് ഇതിൻ്റെ അകത്തുള്ള ആ ഒരു ഐ വെച്ച് നോക്കിയിട്ടാണല്ലോ നമ്മൾ ഇതിൻ്റെയൊക്കെ ഡിഫറൻസ് മനസ്സിലാക്കുന്നത്. കുറേ ഓറഞ്ച് ഉണ്ട് കേട്ടോ. എത്രത്തോളം എനിക്ക് അറിയത്തില്ല. ഒരു 10-15 ഷെയ്ഡ്സൊക്കെ ഉണ്ട്. ഇതൊക്കെ വന്നിട്ട് കിളി വെറൈറ്റിയാണേ. ഇതൊക്കെ കണ്ടോ. എനിക്ക് എന്താണ് ഇതിൻ്റെ ഡിഫറൻസ് ഒന്നും എനിക്ക് പറഞ്ഞു തരാനൊന്നും അറിയില്ല. പക്ഷേ എന്തായാലും വ്യത്യാസമുണ്ട്. ഓറഞ്ച് കളക്ട് ചെയ്യുന്നവർക്ക് അറിയായിരിക്കുമല്ലോ. അത് കണ്ടില്ലേ. നമുക്കിങ്ങനെ നോക്കുമ്പോൾ തോന്നുമല്ലേ എല്ലാം ഒരുപോലെയാണെന്ന്. പക്ഷേ എല്ലാത്തിനും അതിൻ്റേതായ ഡിഫറൻസ് ഉണ്ട്. ഇതൊക്കെ ഓറഞ്ചാണ് കേട്ടോ. പക്ഷെ നമ്മൾ ക്യാമറയിൽ നോക്കുമ്പോൾ ഓറഞ്ചായിട്ട് തോന്നുന്നില്ല അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ. പിന്നെ വന്നിട്ട് ഞാനിപ്പോൾ പ്ലാൻസ് കൊണ്ടുപോയി കൊടുത്ത് മാമിനെയും കണ്ടിട്ടാണ് കേട്ടോ തിരിച്ച് വന്നിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. നല്ല തിക്കായിട്ടുള്ള പ്ലാന്റ്, എല്ലാ പ്ലാന്റും തിക്കായിട്ടുള്ള പ്ലാന്റുകൾ റെഡിയാക്കാൻ പറ്റില്ല. ഇതൊക്കെയാണെങ്കിൽ നല്ല ഭംഗിയുള്ള തിക്കായിട്ടാണ് കേട്ടോ ഇതൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു പ്ലാന്റിൻ്റെ വലിപ്പം അനുസരിച്ചാണ് കേട്ടോ റേറ്റ് ഇട്ടത്. ടോട്ടൽ എമൗണ്ട് എത്രയാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം വാങ്ങുന്നവർ അവർക്ക് ചിലപ്പോൾ ഇഷ്ടമാവില്ല നമ്മളത് പബ്ലിക് പ്ലേസിൽ പറയുന്നത് അവർക്ക് ഇഷ്ടമാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാനത് പറയാത്തത്. പിന്നെ ഓറഞ്ച് മാത്രമല്ല കേട്ടോ മാം, ലാവണ്ടറിൻ്റെ ഷെയ്ഡും കൂടി ചോദിച്ചിരുന്നു. അപ്പോൾ ലാവണ്ടറിൻ്റെ 2 ഷെയ്ഡാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത്. ഇത് കണ്ടിട്ട് കറക്റ്റ് ലാവണ്ടർ ആണെന്ന് തോന്നുന്നില്ല അല്ലേ. ഒരു റോസ് പോലെ തോന്നുന്നുണ്ട് ക്യാമറയിൽ. പക്ഷേ ലാവണ്ടർ കയ്യിലുള്ളവർക്ക് അറിയായിരിക്കുമല്ലോ ഈ ഒരു വീഡിയോയും അതിൻ്റെ ഒറിജിനൽ കളറും തമ്മിലുള്ള ഒരു വ്യത്യാസം. പിന്നെ മറ്റൊരു ഷെയ്ഡ് ഇതാണ് കേട്ടോ. സത്യത്തിൽ ഈ ഒരു ഫ്ലവറിനെ പറ്റി എനിക്കൊന്നും പറയാനില്ല. അത്രയ്ക്ക് ഭംഗിയാണ് ഇത് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഒരു നേരിട്ടുള്ള ആ ഒരു ഭംഗിയുടെ ഒരു 25% പോലും ഈ ക്യാമറയിൽ വരുന്നില്ല കേട്ടോ. അത്രയ്ക്ക് ഭംഗിയാണ് ഈ ഒരു ഫ്ലവർ. അപ്പോൾ ഇതിൻ്റെ ഈ മദർ പ്ലാന്റ് ഞാൻ മാമിന് കൊടുത്തു. ഇതിൻ്റെ 2 ചെറിയ പ്ലാന്റ് മാത്രമേ ഇനി എൻ്റെ കയ്യിലുള്ളൂ കേട്ടോ. കാരണം എത്രയും ദൂരത്തുനിന്ന് വന്നതല്ലേ. അപ്പോൾ ആഗ്രഹിച്ച് ചോദിക്കുമ്പോൾ അത് ഞാൻ കൊടുത്തു. ഇനി ചെറിയ പ്ലാന്റ് നമ്മുടെ അടുത്തിരുന്നാലും അതും ഇതുപോലെ വലുതാവുമല്ലോ എന്ന് ഞാൻ ഓർത്തു. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. വന്നിട്ട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നേ. പിന്നെ വന്നിട്ട് ഹാങ്ങിമിങ്കയുടെ ചെറിയ തൈകൾ ഇപ്പോൾ ചോദിക്കുന്നവരോട് ഇപ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിൾ അല്ല കേട്ടോ. നമ്മൾ മൾട്ടിപെറ്റം ബോൾസത്തിൻ്റെ പ്രൊപ്പഗേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല തിരക്കിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം ഈ പ്ലാന്റുകൾ എനിക്ക് സെറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു മഴ ടൈമിൽ, മഴ ഇപ്പോൾ അധികം ഇല്ല എന്നാലും എന്തോ ഈ ഒരു ടൈമിൽ എനിക്ക് പ്ലാന്റുകൾ വെക്കുമ്പോൾ ചീഞ്ഞു പോവാണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ ജിഫിയിലാണല്ലോ പ്ലാന്റ് സെറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. വേനൽക്കാലത്ത് നന്നായിട്ട് പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ എനിക്കധികം പ്ലാന്റ്സുകൾ പിടിച്ചു കിട്ടുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.